എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ വഴികളിൽ അനേക ശബ്ദങ്ങൾ നമ്മെ വിളിക്കുന്നു. ലോകം വളർച്ചയെ പദവിയാൽ അളക്കുന്നു. മനുഷ്യർ മഹത്വത്തെ സമ്പത്തിനാൽ വിലയിരുത്തുന്നു. എന്നാൽ ദൈവരാജ്യത്തിൽ യാഥാർത്ഥ വളർച്ച ഒരൊറ്റ കാര്യത്തിലാണ്: ക്രിസ്തുവിൽ വേരൂന്നി അവനിൽ പക്വത പ്രാപിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു. കൊലോസ്യർ 2:7. ഇതൊരു ഉപദേശം മാത്രമല്ല, ഒരു വിശ്വാസിയുടെ ആത്മീയ യാത്രയുടെ ഹൃദയമിടിപ്പാണ്. ക്രിസ്തുവിൽ വളരുക എന്നത് സഭയിൽ മാത്രം സാന്നിധ്യം പുലർത്തുന്നതല്ല, അത് ഹൃദയം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുന്നതാണ്. മഴത്തുള്ളികൾ നിശബ്ദമായി മണ്ണിനെ നനയ്ക്കുന്നത് പോലെ ദൈവവചനം ആത്മാവിനെ ദിനംപ്രതി പുതുക്കുന്നു. പ്രാർത്ഥന ആത്മാവിന് ശ്വാസമായി മാറുന്നു. വിശ്വാസം ഒരാശയമല്ലാതെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. വളരുന്ന ഒരു വൃക്ഷം ശബ്ദമുണ്ടാക്കുന്നില്ല, അത് നിശബ്ദമായി വേരുകൾ ആഴത്തിലേക്ക് നീട്ടുന്നു. അതുപോലെ ക്രിസ്തുവിൽ വളരുന്ന വിശ്വാസിയും ലോകത്തിന് മുന്നിൽ പ്രകടനങ്ങൾ കാണിക്കേണ്ടതില്ല. അവൻ്റെ ജീവിതം തന്നെയാണ് മഹത്തരമായ സാക്ഷ്യം. അവൻ്റെ വാക്കുകൾ കരുണയുണ്ടാകും, നോട്ടത്തിൽ വിശുദ്ധിയുണ്ടാകും, പ്രവൃത്തികളിൽ സ്നേഹം നിറയും. എന്നാൽ ആത്മീയ വളർച്ചയ്ക്ക് പ്രതിബന്ധങ്ങളും ഉണ്ടാകും. പരീക്ഷണങ്ങൾ വരും, നിരാശകൾ കടന്നു വരും, പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലെന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടാകും. എന്നാൽ കൊടുങ്കാറ്റുകൾ വേരുകൾ ആഴത്തിലാക്കുന്നത് പോലെ കഷ്ടതകൾ വിശ്വാസിയെ ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പിക്കുന്നു. ക്രിസ്തുവിൽ വളരുന്നവൻ സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്നില്ല, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. മനുഷ്യരുടെ പ്രശംസയിൽ അവൻ സന്തോഷം കണ്ടെത്തുന്നില്ല, ദൈവസന്നിധിയിൽ അവൻ സമാധാനം കണ്ടെത്തുന്നു. കാരണം അവൻ അറിയുന്നു, ഈ ലോകം താൽക്കാലികമാണ്, എന്നാൽ ക്രിസ്തുവിൽ ലഭിക്കുന്ന ജീവൻ നിത്യമാണ്. പ്രിയരെ, ഒരു കുഞ്ഞ് ജനിച്ച ശേഷം വളരാതിരുന്നാൽ അത് ദുഃഖകരമാണ്. അതുപോലെ വിശ്വാസ ജീവിതത്തിലും വളർച്ചയില്ലെങ്കിൽ ആത്മാവ് ക്ഷീണിക്കും. ദൈവം നമ്മെ വളർച്ചയില്ലാതെ നിൽക്കാൻ വിളിച്ചിട്ടില്ല. മുന്നേറാൻ, പക്വത പ്രാപിപ്പാൻ, ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് മാറാൻ ആണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് സ്വയം ഒന്ന് പരിശോധിക്കാം. നമ്മുടെ വിശ്വാസം വളരുന്നുണ്ടോ? നമ്മുടെ സ്നേഹം കൂടുതൽ വിശുദ്ധമാകുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നുണ്ട്. ഒരു ദിവസം ഈ ഭൂമിയിലെ യാത്ര അവസാനിക്കും. അന്ന് നാം സമ്പാദിച്ച സമ്പത്തോ പ്രശസ്തിയോ അല്ല ദൈവം നോക്കുക, ക്രിസ്തുവിൻ്റെ രൂപം നമ്മുടെ ഉള്ളിൽ എത്രത്തോളം രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് വചനത്തിൽ, പ്രാർത്ഥനയിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, എല്ലാത്തിനുമുപരി ക്രിസ്തുവിൽ വേരൂന്നി അവനിൽ പൂർണ്ണത പ്രാപിക്കുന്നവരായി ജീവിക്കാം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. ആമേൻ.